ക്രസന്റ് CBSE സ്കൂൾ, ക്രസന്റ് CBSE സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്, റോഡാണിത്. ശരിക്കും ഇത് കരിമൺകോട് പോകും. കരിമൺകോട് എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഈ തെങ്കാശി മധുര പാതയിലെ പാലോടിനപ്പുറമുള്ള ജംഗ്ഷനാണ് കരിമൺകോട്. അവിടേക്കുള്ള വഴിയാണ്, അവിടെ പോകുന്ന മെയിൻ റോഡാണ്. ശരിക്കും പെരിങ്ങമല നിന്ന് കരിമൺകോട് പോകാനുള്ള എളുപ്പ റോഡ്. തൊട്ടപ്പുറത്താണ് ക്രസന്റ് CBSE സ്കൂളുണ്ട്, തൊട്ടടുത്ത് ഇതിനോട് ചേർന്നതിനുണ്ട്. പിന്നെ അപ്പുറത്ത് NSS ഹൈസ്കൂളുണ്ട്. പിന്നെ ഇവിടെ 500 മീറ്റർ അപ്പുറത്താണ് പെരിങ്ങമല പഞ്ചായത്ത് ഓഫീസുള്ളത്. പോസ്റ്റ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ് എല്ലാം ഉണ്ട്. പെരിങ്ങമല ഈ പാലോട് ടൗണിനോട് ചേർന്നുള്ള വലിയൊരു ജംഗ്ഷനാണ്. ശരിക്കും ടൗൺ പോലെ തന്നെയാണ്, വലിയൊരു ജംഗ്ഷനാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലോട്ടുകൾ കിടക്കുന്നത്. ശരിക്കും പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് വെറും 500 മീറ്റർ മാത്രം മാറി, പാലോട് പെരിങ്ങമല പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ നിന്ന് വെറും 500 മീറ്റർ മാത്രം മാറി അതിമനോഹരമായ പ്ലോട്ടുകൾ, നിരവധി പ്ലോട്ടുകൾ. അപ്പോൾ നമുക്ക് പ്ലോട്ടിലോട്ട് പോകാം. അപ്പോൾ എന്നത്തെ പോലെ നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. ഈ പ്ലോട്ട് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വെള്ളത്തിനുള്ള സൗകര്യം. അപ്പോൾ അത് ഞാൻ ആദ്യം പറയാം. വാട്ടർ കണക്ഷൻ ഉണ്ട്. പിന്നെ വേറൊന്ന് വൈദ്യുതി കണക്ഷൻ. കണ്ടോ, പോസ്റ്റ് ഉണ്ട്, ലൈനുണ്ട്, പ്ലോട്ടോട് ചേർന്നതിനുണ്ട്. അപ്പോൾ ഈ കാണുന്ന മെയിൻ വഴി ശരിക്കും 4 മീറ്റർ, ഏത് വാഹനത്തിനും കയറി പോകാൻ പറ്റുന്ന രീതിയിൽ, ഏത് വാഹനവും കയറി ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വീതിയുള്ള ശരിക്കും റോഡ് തന്നെ ഇവിടെ ഉണ്ട്. ഇത് ഉടനെ തന്നെ കോൺക്രീറ്റ് ചെയ്ത് തരാമെന്ന് ഉടനെ അറിയിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ കോൺക്രീറ്റ് ചെയ്ത് തരും. ഇവിടെ നിലവിൽ 6 സെൻറ്റ്, 7 സെൻറ്റ്, 8 സെൻറ്റ്, 9 സെൻറ്റ്, 10 സെൻറ്റ് ഈ രീതിക്കുള്ള പ്ലോട്ടുകൾ. അപ്പോൾ നമ്മുടെ മനസ്സിലിണങ്ങിയ രീതിയിൽ ഇപ്പോൾ 6 സെൻറ്റ് വേണമെങ്കിൽ അങ്ങനെ, 7 വേണമെങ്കിൽ അങ്ങനെ, 8, 9, 10 എത്ര വേണമെങ്കിലും, എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അതിമനോഹരമായ പ്ലോട്ടുകളാണ്. അത് മാത്രമല്ല, നമ്മൾ സാധാരണ ഒരു പ്ലോട്ടിൽ നമ്മൾ കാണുന്ന വേറെ കാഴ്ച നല്ല ഉറപ്പാണ് കേട്ടോ. ഇവിടെ നല്ല ഉറപ്പാണ്, നല്ല കരഭൂമിയാണ്. ഇത് ആ സൈഡിൽ തന്നെ ഒരു സൈഡിൽ കണ്ടോ, അവിടെ റബ്ബർ തോട്ടമാണ്. ആ സൈഡിൽ നല്ല ഉറപ്പാണ്. അതിൻ്റെ ബാക്കി ഈ ഇങ്ങനെ വരും. ആ ഭാഗത്ത് നിറയെ വീടുകളുണ്ട്. ആ ഭാഗത്തൊക്കെ നിറയെ വീടുകളാണ്. പിന്നെ ഈ സൈഡ് മെയിൻ റോഡാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കരിമൺകോട് പോകുന്ന ആ റോഡാണിത്. പിന്നെ അപ്പുറത്തൂടെ ക്രസന്റ് സ്കൂളിൻ്റെ സൈഡിൽ കൂടെ പാലോടേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും. പാലോട് ടൗണിലേക്ക് പോകാൻ വേണ്ടി എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന റോഡുണ്ട്. ഈ പ്ലോട്ടിൻ്റെ മുൻവശം ഇതാണ്ടോ, ഇവിടെ തുടങ്ങി അവിടം വരെ നല്ല വീതിക്ക് എന്തുവരെ പോവാം, ഇഷ്ടം വരെ നല്ല വിശാലമായ രീതി തന്നെ ഉണ്ട്. പ്ലോട്ടിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത്. ഈ പ്ലോട്ടിൻ്റെ ശരിക്കും ഒരു എൻ്റെ ഇവിടെയാണ് വരുന്നത്, ഇവിടെ ഈ ഭാഗത്ത് വരും. അപ്പോൾ ഇതിവിടെ നോക്കുമ്പോൾ തന്നെ വളരെ വിശാലമായൊരു വ്യൂ ആണ് ഇവിടെ. പ്രത്യേകിച്ച് ഈ പാലോട് എന്ന് പറയുന്നത് കാലാവസ്ഥ പറയുകയാണെങ്കിൽ മിതമായ തണുപ്പും മിതമായ ചൂടും കിട്ടുന്ന നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. സാധാരണ ഈ പാലോട് നെടുമങ്ങാട് ടൗണിനോട് അടുത്തുള്ള ഈ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തെങ്കാശി മധുര പോകുന്ന വഴിയിൽ, തെങ്കാശി മധുര റൂട്ടിൽ പാലോട് നിന്ന് ടൗണാണ്. നെടുമങ്ങാട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന ടൗണാണ് പാലോട്. അപ്പോൾ ഈ പാലോട് ടൗണിൽ നിന്ന് ശരിക്കും 2 കിലോമീറ്റർ മാറിയാണ് ഈ പെരിങ്ങമല എന്ന ജംഗ്ഷൻ. അവിടെയാണ് ഈ പ്ലോട്ടുകളുള്ളത്. അപ്പോൾ ആ പെരിങ്ങമല ജംഗ്ഷനിൽ, പെരിങ്ങമല പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ നിന്ന് ശരിക്കും 500 മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്ലോട്ടുകൾ നിലവിലുള്ളത്. ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ഒരു പ്ലോട്ട് വാങ്ങാൻ പോകുമ്പോൾ, സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ നമ്മളെ മനസ്സിലുള്ള കുറേ ആഗ്രഹങ്ങൾ, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, പിന്നെ മറ്റ് സൗകര്യങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, പ്രധാനമായിട്ട് ഇപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസം, അതിനെപ്പറ്റി പറയുമെങ്കിൽ നിരവധി സ്കൂളുകൾ, തൊട്ടടുത്ത് തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. പിന്നെ അപ്പുറത്തെ കോളേജ്, ഹയർ സ്റ്റഡീസിന് വേണ്ടി ഇക്ബാൽ കോളേജുണ്ട്. മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളം, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, തൊട്ടടുത്ത് തന്നെ ക്രസന്റ് CBSE സ്കൂളുണ്ട്. ഈ പാലോട് മേഖലയിൽ, പ്രത്യേകിച്ച് ഈ പാലോട് മേഖല എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസപരമായി സാംസ്കാരികപരമായിട്ടൊക്കെ ഒരുപാട് ഉയരങ്ങളിലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്ലോട്ട് വാങ്ങുക, അല്ലെങ്കിൽ ഇവിടെ ഒരു 10 സെൻറ്റെങ്കിലും വാങ്ങുക എന്നുള്ളത് ഓരോരുത്തരുടെ സ്വപ്നമാണ്. ശരിക്കും അങ്ങനെ ഒരു സ്വപ്നം ഇപ്പോൾ നമുക്ക് പൂണിയാൻ പോവുകയാണ്. നല്ല ഉറച്ച ഭൂമിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, കരഭൂമിയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഉറച്ച ഭൂമിയാണ്, നല്ല കരഭൂമി തന്നെയാണ്. മുന്നിൽ വാട്ടർ കണക്ഷൻ ഉണ്ട്. പിന്നെ ഇനി ഓരോ പ്ലോട്ടിലും കിണർ കുഴിക്കുന്നവരെ കുഴിക്കാം. കാരണം ഇവിടെ എവിടെ കിണർ കുഴിച്ചാലും നല്ല വെള്ളം കിട്ടും. കാരണം ഈ മേഖല മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. പാലോട് ഈ മേഖല എന്ന് വെച്ചാൽ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ എവിടെ വേണം കിണർ കുഴിക്കാം, നല്ല വെള്ളം കിട്ടും. അങ്ങനെയുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു പ്ലോട്ടാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഒരു നല്ലൊരു അന്തരീക്ഷമാണ്, ശുദ്ധവായു. പിന്നെ അതുപോലെ യാതൊരുവിധ മലിനീകരണങ്ങളും നമുക്ക് കാണാം. ഇവിടെ ഒരു മലിനീകരണം ഇവിടെ ഇല്ല, യാതൊരുവിധ മലിനീകരണങ്ങളും ഇവിടെ ഇല്ല. അതും
എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ്. പിന്നെ നിരവധി വീടുകൾ. ഈ പ്ലോട്ടുകളുടെ മറ്റൊരു എൻഡാണിത്. നല്ല രീതിയിൽ കല്ലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കണ്ടോ, ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ. എന്ത് മനോഹരമാണല്ലേ. എന്താ കണ്ടോ, ആ സൈഡിലൊക്കെ ഇതിനോട് ചേർന്ന് തന്നെ നിരവധി മനോഹരമായ വീടുകളാണ്. ഇതാണ് ഈ പ്ലോട്ടിന്റെ മറ്റൊരു എൻഡ്. ഇവിടെ വരും, ഇങ്ങനെ വരും. ഇവിടെ തൊട്ടടുത്താണ് ജില്ലാ കൃഷിത്തോട്ടം, അഗ്രികൾച്ചർ ഫാം, ജില്ലാ കൃഷിത്തോട്ടം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ ബ്രൈമൂർ ഇടിഞ്ഞാറൊക്കെ പോകുന്ന റോഡ് അത് തൊട്ടപ്പുറത്താണ്, ആ സൈഡിലാണ്. അതൊക്കെ സുഖവാസ കേന്ദ്രങ്ങളാണ്, ടൂറിസ്റ്റ് പ്ലേസസ് ആണ് ഈ ബ്രൈമൂർ ഇടിഞ്ഞാറൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു കാലാവസ്ഥ, അതുകൊണ്ടാണ് ഇവിടെ നല്ലൊരു കാലാവസ്ഥ വന്നത്. ഇതിൻ്റെയൊക്കെ ഈ സൈഡാകുമ്പോഴേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്രദേശമാണ് ഇതൊക്കെ. ശരിക്കും നമ്മൾ ഓരോരുത്തരുടെയും സ്വപ്നമാണ് ഒരു പ്ലോട്ട് വാങ്ങുക, അവിടെ നമ്മുടെ മനസ്സിലിണങ്ങിയ രീതിയിൽ ഒരു വീട് വെക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു പ്ലോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അധിക ബാധ്യതകൾ വരാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മൾ പ്ലോട്ട് വാങ്ങുമ്പോൾ അധികമായി ചിലവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട് വയ്ക്കുമ്പോൾ പിന്നെ അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിവതും പ്ലോട്ട് വാങ്ങുമ്പോൾ അല്പം വില കുറയാൻ എല്ലാവരും ആഗ്രഹിക്കും. എന്നാൽ വില കുറയുക എന്ന് മാത്രമല്ല, ശരിക്കും തൊട്ടടുത്തുള്ള ഈ ടൗൺ ആയിരിക്കണം. പിന്നെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും എല്ലാ സൗകര്യങ്ങളും വേണം, ഗതാഗത സൗകര്യങ്ങൾ വേണം, മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനങ്ങൾ വേണം, മറ്റു കാര്യങ്ങൾ നമ്മുടേതായ ബിസിനസ് പരമായിട്ടായാലും ശരി ഏത് രീതിക്കായാലും നമ്മുടേതായ ആവശ്യങ്ങളൊക്കെ നടക്കണം, മറ്റ് സ്ഥാപനങ്ങളൊക്കെ അടുത്ത് വേണം. ഇങ്ങനെയൊക്കെ നമ്മുടെ ആഗ്രഹമാണ്. പക്ഷെ അതിനെല്ലാത്തിനും പറ്റിയ ഒരു പ്ലോട്ടാണ്, അതിനെല്ലാത്തിനും പറ്റിയ പ്ലോട്ടുകളാണ് ഇവിടെ ഈ പെരിങ്ങമലയിലുള്ള ഈ അതിമനോഹരമായ പ്ലോട്ടുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നം, നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നം ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് വീട് വയ്ക്കാൻ പറ്റും. കാരണം വെച്ചാൽ നല്ലൊരു അന്തരീക്ഷം, കുടുംബമായി താമസിക്കാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷം. അത് തന്നെയാണ് ഇവിടെ വന്ന് കാണുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടാൻ കാരണം. ആര് വന്ന് കണ്ടാലും ഇഷ്ടപ്പെടുക എന്ന് മാത്രമല്ല വാങ്ങുകയും ചെയ്യും. ഇവിടെ ഇപ്പം നിലവിൽ 6, 7, 8, 9, 10 ഇങ്ങനെയുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ്. അപ്പോൾ ഇഷ്ടത്തോടെ തിരഞ്ഞെടുക്കാം. പിന്നെ മഴ പെയ്താൽ വെള്ളം കെട്ടുമെന്നോ ചെളി കെട്ടുമെന്നോ അങ്ങനെയുള്ള ഭയമൊന്നും വേണ്ട. കാരണം നല്ല ഉറച്ച ഭൂമിയാണ്. അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. നല്ല ഭൂമി തന്നെയാണ്. എല്ലാ സൗകര്യങ്ങളും കയ്യെത്തും ദൂരത്തുള്ള, ടൗണിൻ്റെ തൊട്ടടുത്തുള്ള, പാലോട് ടൗണിനോട് ചേർന്നുള്ള, തിരുവനന്തപുരം തെങ്കാശി മധുര പാതയിൽ കരിമൺകോടിനോട് ചേർന്നുള്ള, പെരിങ്ങമല പഞ്ചായത്ത് ഓഫീസിൽ നിന്ന്, പെരിങ്ങമല പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് 500 മീറ്റർ മാത്രം മാറിയുള്ള അതിമനോഹരമായ പ്ലോട്ടുകൾ ഉടൻ സ്വന്തമാക്കാം. നിരവധി സ്കൂളുകൾ, തൊട്ടടുത്ത കോളേജ്, എല്ലാ സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളുള്ള അതിമനോഹരമായ നല്ല കാലാവസ്ഥയുള്ള നല്ല അന്തരീക്ഷമുള്ള ശുദ്ധവായു ലഭിക്കുന്ന യാതൊരുവിധ മലിനീകരണങ്ങളും ഇല്ലാത്ത നല്ല ഭൂമി ഉടൻ നമുക്ക് സ്വന്തമാക്കാം. ഇവിടെ സെന്റിന് 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ്. സെന്റിന് 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള പ്ലോട്ടുകൾ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ആർക്കും വാങ്ങാം. എത്രയും പെട്ടെന്ന് ഞാൻ ഉടമയുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം. ഉടമയുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഈ പ്ലോട്ടുകൾ സ്വന്തമാക്കാം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഇഷ്ടം, ഒരുപാട് സ്നേഹം. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം. ഓക്കെ.